ഹായ് ഗായ്സ്, നമ്മുടെ എല്ലാ ചങ്ക് സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ എണീറ്റതേ ഉള്ളൂ. രാവിലെ എന്ന് പറയാൻ നേരത്തെ ഇപ്പോൾ സമയം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മളിത് ഈ സമയത്താണ് എണീറ്റത് വീട്ടിൽ നിന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുളിച്ച് റെഡി ആയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നു. നമ്മൾ പെട്ടെന്ന് വീഡിയോ ചെയ്യണം എന്നുള്ളൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്തിട്ട് കുറേ ദിവസമായതുകൊണ്ട് നമ്മൾ ഓർത്ത് എല്ലാവരും പറഞ്ഞു നിങ്ങളെ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ. നമ്മൾ ലൈവിലൊക്കെ വരാൻ നേരത്തെ എല്ലാവരും പറയുന്നത് നിങ്ങളെന്താ വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പം നമ്മൾ ഓർത്ത് ഇന്ന് എന്തായാലും നമ്മളെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ആക്കാന്ന് ഓർത്തു. അപ്പം നമ്മൾ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങിയത് ഷർട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇനി 2-3 ഷോർട്ട് വീഡിയോസ് ഒക്കെ ചെയ്യാനുണ്ടല്ലേ. ഷോർട്ട് വീഡിയോസ് ഒക്കെ ചെയ്യാനുണ്ട്. നമ്മൾ അത് കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യണം. അപ്പൊ നമ്മളെ ചാനലിൽ ഒരു ചെറിയൊരു ഇടിവുണ്ട്. നമ്മൾ വീഡിയോസ് ഒക്കെ ഡെയിലി ഇട്ട് കൊടുക്കണമല്ലോ. അപ്പൊ ഡെയിലി വീഡിയോ ഇടാണ്ടൊന്നും നടക്കത്തില്ല. അപ്പൊ നമ്മൾ ഇനി പഴയതുപോലെ തന്നെ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു പരിപാടിയാണ്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജച്ച പ്രഗ്നന്റ് ആയതുകൊണ്ട് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാനുണ്ട്. മറ്റന്നാളൊരു സ്കാനിങ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മളത് ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഡേ ഇൻ മൈ ലൈഫായിട്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ കാണുക. അപ്പം നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ബാക്കി രംഗങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ വീഡിയോയും ഷോട്ടൊക്കെ എടുത്തിട്ട് തരാം കേട്ടോ. ബോയ്. അപ്പോൾ ദേ എനിക്ക് വിശന്നിട്ട് വയ്യ. അപ്പം ദേശീയ ബട്ടർ നമ്മുടെ അവോക്കാഡോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കടിക്കുകയാണ്. രാവിലെ ഞങ്ങൾ പയർ പുഴുങ്ങിയത് കഴിച്ചു, മുട്ട ഓംലേറ്റ് ചെയ്ത് കഴിച്ചു, ഓംലേറ്റ് അല്ലല്ലോ ബുൾസൈ കഴിച്ചു, പഴം പൊരിച്ചത് കഴിച്ചു, ദോശയും സാമ്പാറും കഴിച്ചു. പക്ഷേ ഞങ്ങൾ പുറത്തേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കുമാണ് ഷോട്ട് എടുത്ത് കഴിഞ്ഞ് പിന്നെ ഇനി ഒരു വീഡിയോയും കൂടെ എടുക്കണം, എന്നിട്ട് പുറത്തേക്ക് പോകാം. അപ്പോൾ അതേ ജ്യൂസ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ കണ്ടതേ നല്ല തിക്ക് അവക്കാഡോ ജ്യൂസ് കുടിക്കണം. എൻ്റെ ഫേവറേറ്റ് ആണ്. അടിപൊളി സാധനമാണ് അവക്കാഡോ. നന്നായിട്ട് അടിഞ്ഞിട്ടില്ല, കുഴപ്പമില്ല. മതി ഇങ്ങനെ മതി. കൂടുതൽ അടിഞ്ഞുകൊണ്ടാണല്ലോ ഇങ്ങനെ ആയത്. ഓക്കെ, നമുക്ക് പുറത്തു പോയിരുന്ന് കുടിക്കാം. അവക്കാഡോ ബട്ടർ ജ്യൂസ്. നമ്മളെപ്പോഴും ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഫുഡ് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇവിടെ ഇരുന്നാണ് ജ്യൂസും നമ്മുടെ സ്റ്റാൻഡ് ഇവിടെ നിന്നുകൊണ്ടൊക്കെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അഭിപ്രായം. രതീഷേ, ഒന്നും പറയാനില്ല. ഞാൻ കുടിക്കാം. ഞാനൊക്കെ നീ ചുമ്മാ പറയുന്നു. കൊള്ളട്ടാ, നല്ല തിക്കായിട്ടിരിക്കണം, നല്ല തിക്ക്. സൂപ്പർ. അപ്പോൾ ഞങ്ങളിത് കുടിക്കട്ടെ. ഹായ്. അപ്പോൾ നമ്മളിത് പുറത്തിറങ്ങുവാണ്. പുറത്തേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഞങ്ങൾ പോവുക. മറ്റേ പഴയ കടയില്ല, പൊറോട്ട കടയൊക്കെ അതിലേ വരുന്നു. മനസ്സിലായി. നീ അവിടെ നിൽക്കുക, പാലത്തിൻ്റെ അവിടെ നിൽക്കും. അപ്പോൾ നമ്മുടെ കാറിനൊരു ചെറിയ പണി വന്നിട്ട് നമ്മളിവിടെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. സർവീസല്ല, എന്തോ ഒരു പണി അത് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ്. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുക അടച്ചിട്ട് നിൽക്കുന്നത്. അതിവിടെ റിപ്പയറിങ്ങിലാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചല്ല. അപ്പോൾ ഇവിടുത്തെ പണിക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞ ഒന്ന് വരാൻ പറഞ്ഞു, എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പണിയാൻ കയറ്റിയതാണ്.
കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇറക്കും. ചിലപ്പോൾ നാളെ കിട്ടത്തുള്ളൂ. പോസ്റ്റാണ്. അപ്പോൾ അതെ ഞങ്ങൾ ഇപ്പം നൈറ്റ് ഒരു 8 മണിയായിട്ടുണ്ട്. ഞങ്ങളിത് ചായ കുടിക്കാനായിട്ട് പോവാം. ഇന്ന് വലുതായിട്ട് ഒന്നും നടന്നില്ല, അതാണ് ഞാൻ വീഡിയോ എടുക്കാഞ്ഞത്. ഞങ്ങളിത് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പാതിരപ്പള്ളിയിലേക്ക് പോകും. നമ്മൾ ചായ കുടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും സ്ഥിരം വരുന്ന സ്പോട്ടാണ് നമ്മുടെ പാതിരാപ്പള്ളിയിലുള്ള അണ്ണൻ്റെ ചായക്കട. അപ്പോൾ എനിക്ക് ചായ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പാലും ഷിയാക്ക് ചായയും. ഡിസ്കോറേജിന് നാണത് അവിടെ തുടങ്ങിയിട്ട് അവിടെ മഴ പെയ്യുമ്പോൾ മൊത്തം നമ്മുടെ ഗോവിന്ദണ്ണന്റെ ചായക്കട. അപ്പോൾ ദേ നമ്മൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ദേ ഷിയ ക്യാഷ് പേ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദേ എനിക്ക് ഇപ്പോൾ ഒരു ആഗ്രഹം, സമയം എന്തായാലും നോക്കട്ടെ. അല്ല, ഞാൻ ഷിയാനോട് വിളിച്ച്, പക്ഷെ ഷിയ എനിക്കുണ്ട് മണി ഞങ്ങളിന്ന് നേരത്തെ കിടന്നായിരുന്നു കേട്ടോ. പക്ഷെ വിശക്കണു ഇത് 10:49. ഷിയ വാ, എനിക്ക് മന്തി ഇന്നാന്ന് തോന്നുന്നു. വാ, ഞാൻ വിളിച്ച് ഓർഡർ ചെയ്ത്, അപ്പം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. വാ, ഹോം ഡെലിവറി ഇല്ല. വാ വേഗം വന്നേ, എനിക്ക് ചെറുക്ക എനിക്ക് വാ ഷിയ എനിക്ക് തണുക്ക്. വാ ചെറുക്ക. കൊള്ളാം, ഒന്ന് വന്നേന്ന്. ഞാൻ റെഡിയാവുവാണേ. വാ, ഞാൻ റെഡിയാവട്ടെ. റെഡിയായിട്ട് വിളിക്കാം. എണീറ്റേ വാ, ഇതേ ഞാൻ വീഡിയോ എടുക്കുവാ. ഷിയ നിനക്കിപ്പോ തൂറുമ്പോഴും മുള്ളുമ്പോഴും എല്ലാം വീഡിയോ അല്ലേ? വാ, എഴുന്നേക്ക്. ഷിയ വാ. എടാ ഷിയ വാ, സമയം പോകുന്നേ. അവിടെ ക്ലോസ് ചെയ്യാനായെന്ന് പറഞ്ഞു. പെട്ടെന്ന് വന്നേ. എന്ത് പറ്റിക്കുന്ന എന്താണ്? വാ, എനിക്ക് കഷ്ടമുണ്ട്. വാ, അവിടെ സമയം പോകുന്നു കേട്ടോ. വിശക്കുന്നെന്ന് എനിക്ക്. സമയം പോണം. വാ, അവിടെ ക്ലോസ് ചെയ്യും കേട്ടാ. അവര് പറഞ്ഞു ക്ലോസ് ചെയ്യാൻ പോവാന്ന്. മതി, എണീറ്റേ. ആ ശരി, അപ്പൊ എഴുന്നേപ്പിക്കട്ടെ. ഞങ്ങൾ പോവുകയാണ്.
ഇന്ന് നമ്മൾ നേരത്തെ കിടന്നതാ, ഇച്ചിരി നേരത്തെ കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു. പക്ഷെ നേരത്തെ കിടന്ന് ഉറക്കം എന്നില്ല, വിശന്നിട്ട് അങ്ങോട്ട് പോകും. അപ്പൊ ഞങ്ങൾ പോവാണ്, പോയി മന്തി വാങ്ങിച്ചിട്ട് വരാം. കിടന്ന കേട്ടാ എന്തോ പറയുന്നു ചെയ്യാ നോക്ക്. ഗർഭിണിയായത് വലിയ തൊല്ലയാണല്ലോ രാത്രി. രണ്ട് വിശന്നാ പിന്നെ എന്ത് ചെയ്യും, വിശക്കുന്നു. അവിടെ അവര് 10 മണി വരെ ഉള്ളു, ഇപ്പൊ മണി 11 ആകാറായി. അപ്പം 11 അപ്പം പിന്നെ അടയ്ക്കും, വേഗം വരാൻ പറഞ്ഞു, എടുത്തു വെക്കാന്ന് പറഞ്ഞു. ഫസ്റ്റ് സാധാരണ ഞാൻ പാതിരാത്രിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കലാണ് പരിപാടി ചെയ്യാനെ കൊണ്ട്. കപ്സയോ അല്ലെ ബിരിയാണിയോ എന്തെങ്കിലുമൊക്കെ പാതിരാത്രി ഉണ്ടാക്കിക്കലാണ് പരിപാടി. പക്ഷേ ഇന്ന് നമ്മുടെ കയ്യിൽ ചിക്കൻ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഉണ്ടാക്കാൻ പറ്റില്ല, ചിക്കനൊന്നും ഇരിപ്പില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അടച്ചു പോയിട്ടൊന്നും അറിയത്തില്ല. ഇതിലേക്കൂടെ കെട്ടിയിരുന്നു എന്തോ പോസ്റ്റ് ഒട്ടിക്കാനോ അടച്ചിട്ടിരിക്കുകയാണല്ലോ. സ്കൂളിനടിയിലൊക്കെ ഭയങ്കര ഡേഞ്ചറായി രാത്രി. ഇതിലേക്കൂടെ ക്രോസ് അടിച്ചിട്ടിരിക്കുകയാണ്. ക്രോസ് അടച്ചു ഗൈസ്. ഷിയാ ദേഷ്യം തോന്നുന്നുണ്ടോ? ഇല്ലടി, ഉറങ്ങിക്കിടന്ന് നിന്റെ തെറ്റല്ലേ, ഇതൊക്കെ എന്റെ തെറ്റാണ്. തോന്നുന്നുണ്ടോ ദേഷ്യം? ട്രെയിൻ വരട്ടെ എന്നിട്ട് എടുക്കാം. ട്രെയിൻ തീർന്നു, ഇനി തുറക്കണം. ഇപ്പൊ കോമഡി. അവിടെ ചെല്ലുമ്പം അവിടെ വിളിച്ചിട്ട് വരാൻ 1/2 മണിക്കൂറായി. അവര് ക്രോസ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞായിരുന്നു, ക്ലോസ് ചെയ്യാനായിട്ട്. ഇപ്പൊ ചെല്ലുമ്പോ അവര് പറയും കഴിഞ്ഞു എന്ന് പറയാം. അപ്പൊ എന്ത് ചെയ്യും? അവര് തുറപ്പിക്കാൻ വെപ്പിക്കുന്ന മന്തി. പിന്നെ നമുക്കിപ്പോ നേരെ പോയി ആറാട്ട് വഴി കൂടെ വരില്ലേ നടക്കത്തുള്ളൂ, ഈ പള്ളീന്റെ അതിലേ കൂടെ. അയ്യോ പെട്ടെന്ന് വരാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ നമ്മുടെ ശവക്കോട്ട പാലത്തെയാണ്. നമ്മൾ ശവക്കോട്ടയുടെ അടുത്തും കൂടിയാകും. ഇനിയിപ്പോൾ നമ്മൾ ഇന്റർലോക്ക് ഇട്ട വഴി കൂടെ ഭയങ്കര പാടാ പോവാൻ. രാത്രി പിള്ളേരൊക്കെ എവിടെ പോകുന്നു, ബാഗ് നോക്കും.
ലത്തീംപള്ളി. ലത്തീംപള്ളി. നമ്മുടെ പാട്ട്. പക്ഷെ അത് കുഴപ്പമില്ല, വലിയ രീതിയിൽ വന്നില്ല. നമ്മളിത് എത്താറായി. നമ്മുടെ അൽറൈമിലാണ് നമ്മുടെ മന്തി ഇത്. അപ്പോൾ ഇത് നമ്മൾ എത്താറായി. കണ്ടത് ഓരോരുത്തരൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി പോവുകയാണ്. കഴിച്ചിട്ട് പോകണം അടച്ചിട്ടില്ല കേട്ടോ. എൻ്റെ മോൻ പോയി വാങ്ങിച്ചിട്ട് വരുവാ. കഷ്ടം എടാ ഇല്ല. എന്താണെന്നറിയാമോ, അപ്പം ഷിയ പോയി വാങ്ങിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോവാം. ഡ്രിമ്മിൽ ഒരു രക്ഷയില്ലാത്ത വിശപ്പായിരുന്നു. പാവം ഉറങ്ങിക്കിടന്ന ആളെ കുത്തിപ്പൊക്കിക്കൊണ്ട് പോവുക. സത്യം പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ നേരത്തെ കിടന്നു കേട്ടോ. 9:45 ഒക്കെ ആയപ്പോൾ കിടന്നതാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും താമസിച്ചല്ലേ എന്നും പറഞ്ഞ് കിടന്നേ. പക്ഷെ ഇന്നൊരു രക്ഷയില്ല. ഉറക്കം വരുന്നില്ലായിരുന്നു വിശന്നിട്ട്. പക്ഷെ അവൻ കുറച്ച് ഉറങ്ങിയായിരുന്നു കേട്ടോ. ദേശീയ വരുന്നുണ്ട്. പാവം, എന്ത് പറയാൻ. മന്തി മന്തി മന്തി. ആരാണ് ഇവിടെ ആലപ്പുഴയിൽ അൽറീമിൻ്റെ മന്തി കൊണ്ട് വെച്ചത്? ഇനി പണിയായിരിക്കും. നമ്മൾ അത്താണിയിലെ ആൾക്കാരാ കുഴിമന്തി കഴിക്കുന്നത്. നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്ത അത്താണി, അവിടുത്തെ ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കുഴിമന്തിയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് എപ്പോഴും. പക്ഷെ ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നത് വളരെ നല്ലത്. ഇനി അത്താണി വരെ പോകണ്ടല്ലോ. ഭാഗ്യം അല്ല, ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴത്തേക്കും കൊതിയൊക്കെ വരുന്നു അത്താണിയിലെ തിന്നണമെന്ന്. അപ്പം എന്ത് ചെയ്തു ഇതിന്? അല്ല ഇപ്പൊ ആലപ്പുഴയില്. നേരത്തെ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? സത്യം അവിടം വരെ വരണ്ടെന്നും പറഞ്ഞ് അവര് നേരത്തെ സത്യം പറഞ്ഞാൽ 1 മാസം ആവുന്നേ ഉള്ളത് ഇട്ടിട്ട്. അതെന്തായാലും നന്നായി, വളരെ ഉപകാരം. അൾട്രീമുകാരോട് വളരെ നന്ദിയുണ്ട്. അതും നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത്. അപ്പോൾ ഇതേ നമ്മുടെ വീടിൻ്റെ അവിടുത്തെ പിന്നെ ഒരു കല്യാണം, നമ്മുടെ വീടിൻ്റെ വഴി കൂടെ കയറുന്ന ഒരു കല്യാണം കണ്ടാണ്. പക്ഷേ നമ്മളെ വിളിച്ചില്ല. നമ്മൾ 24 മണിക്കൂറും പുറത്താണ്. അപ്പം നമ്മളെ വിളിച്ചില്ല. നമ്മൾ വീഡിയോയിലൂടെ അറിയിക്കുകയാണ്. നമ്മൾ അയൽവാസികൾ നമ്മളെ കല്യാണം വിളിക്കുന്നത്. അയൽവാസികൾ ഇത് കാണുവാണെങ്കിൽ ഓർത്തോണം, നമുക്കും വിഷമമുണ്ട് നിങ്ങൾ കല്യാണം വിളിക്കുക. നമ്മൾക്ക് അയൽവാസികളായിട്ട് നമ്മളെ കല്യാണം വിളിച്ചില്ല. പിന്നെ നമ്മുടെ അമ്പലത്തിലെ ഉത്സവമാണ് കേട്ടോ. ഈ അമ്പലത്തിലൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഉത്സവം ഉണ്ടത്. നമ്മുടെ അമ്പലത്തിലെ ഉത്സവം, നമ്മുടെ ഇടവകയിലെ ഉത്സവം. നമ്മുടെ വീട്ടിലെ ബോക്സൊക്കെ വെച്ചിരിക്കുന്ന പാട്ടിൻ്റെ. നമ്മളെത്തിയിട്ടുണ്ട്. ഫ്ലാഷ് ഓണാണോ? ഫ്ലാഷ് ഓണാണ് മൊബൈലിൻ്റെ. ലൈറ്റൊന്നും ഇട്ടിട്ടില്ല നമ്മൾ. ഓഫ് ചെയ്തേക്കോ.
ലൈറ്റ് ഓഫ് ചെയ്യുന്നു. മന്തി അപ്പോൾ ദേ നമ്മൾ മന്തി ഇടിപ്പിക്കുകയാണ്. വാവ്, നല്ല ചൂട് മന്തി. നല്ല ചൂട് മന്തി കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ ഇത് പിന്നെ കഴിക്കാം. കുറച്ചെടുത്ത് മാറ്റായിരുന്നല്ലേ, വേണമെങ്കിൽ എടുക്കാം. രാത്രിയല്ലേ, കുറച്ച് കഴിച്ചാൽ മതി. എന്നാ നീ ഇതെടുത്തോ. അപ്പൊ ഗൈസ് ദേ നമ്മള് മന്തിയൊക്കെ കഴിച്ചു കഴിഞ്ഞത് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വെള്ളച്ചമ്മന്തി മയനൈസ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പോൾ ഒരു കോള് വന്നായിരുന്നു. നമ്മൾ ഇത് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു കോള് വന്ന് നമ്മുടെ ലൈവിലൊക്കെ വരുന്ന നമ്മുടെ സബ്സ്ക്രൈബർ ഉണ്ട് കല്ലു. ഇന്ന് കല്ലുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മൾ കിടന്ന് ഉറങ്ങാന്ന് ഓർത്തായിരുന്നു ലൈവ് വരണ്ടെന്ന് ഓർത്തേ. പക്ഷേ കല്ലുവിടെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ വന്നില്ലെങ്കിൽ പിന്നെ ആര് വരാണ്? നമ്മളെ വിളിച്ച് തിരക്കിയതും നമ്മളെ വിളിച്ച് അന്വേഷിച്ചാണ് എന്താ ലൈവിലൊക്കെ വരാത്തതെന്ന്. മിക്കപ്പോഴും നമ്മളെ വിളിക്കുന്നതാണ് കല്ലു. അപ്പം നമ്മളെ കല്ലുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മളിന്ന് ലൈവ് വന്നില്ലെങ്കിൽ മോശമില്ലേ? നമ്മളെല്ലാവരുടെയും ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലൈവിൽ വന്നിട്ട് പറയുന്നത്. അപ്പം നമ്മുടെ ചെക്കൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മളിന്ന് വന്നില്ല എന്നുണ്ടെങ്കിൽ ശരിയാകത്തില്ല. അതുകൊണ്ട് കല്ലുവിടെ ബർത്ത്ഡേക്ക് വേണ്ടി നമ്മളിന്ന് മന്തി കഴിച്ചിരിക്കുന്നു ഗൈസ്. അപ്പം ഇപ്പം ലൈവ് വരാം. ഓക്കേ.